കെ എസ് അരുൺകുമാർ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ 18-ാം പേജിൽ പറയുന്നുണ്ട് ഒരു പ്ലാൻ ബിയെ കുറിച്ച്. പക്ഷേ ഈ പ്ലാൻ ബി എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ ബജറ്റ് കേൾക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണല്ലോ. അതിനെക്കുറിച്ച് പക്ഷേ ഒരു സൂചനയും നൽകിയിട്ടുമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ ബി ആലോചിക്കുന്നത് ഇപ്പോൾ? ഈ വരുന്ന 13-ാം തീയതി, ഫെബ്രുവരി 13-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളം കൊടുത്ത SLP കേൾക്കുകയാണ്. ആർട്ടിക്കിൾ 293 അനുസരിച്ച് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ധനപരമായ കാര്യങ്ങളിൽ ഉള്ള ഒരു മാനദണ്ഡം നിശ്ചയിച്ചു തരണം എന്നതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആർട്ടിക്കിൾ 268 മുതൽ മുകളിലേക്ക് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിബന്ധനകൾ വയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട്. ബഡ്ജറ്റിന് പുറത്ത് സംസ്ഥാനം തന്നെ കണ്ടെത്തുന്ന പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിക്കടി നിബന്ധനകൾ വയ്ക്കുന്നത് ഒരു കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പദവിയിലുള്ള ഇടപെടലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് SLP ഫയൽ ചെയ്തിരിക്കുന്നത്. ആ SLPയുടെ വിശദമായിട്ടുള്ള വാദം കേൾക്കലാണ് 13-ാം തീയതി സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും 2018 ഇറക്കിയ സർക്കുലർ, 2021 വന്ന സർക്കുലർ, കിഫ്ബിയെയും അതുപോലെ പെൻഷൻ ഫണ്ട് ബോർഡിനെയും എല്ലാം പ്രത്യേക നിബന്ധനകൾക്കിടയിലേക്ക് ഉൾപ്പെടുത്തി അവരെടുത്ത കടം കൂടി സംസ്ഥാനത്തിന്റെ കടത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതെല്ലാം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് അനുകൂലമായി വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ CPM നേതാക്കളും പറയുന്ന കാര്യമുണ്ട്, ഈ 57,400 കോടി രൂപയുടെ കാര്യം. അത് പറഞ്ഞ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാണ്. അതിന് ധനമന്ത്രി ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ കൃത്യമായിട്ട് ആവർത്തിക്കുന്നുമുണ്ട്. 24-ാം പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയത് സംബന്ധിച്ച് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അത് പറഞ്ഞിട്ട് അതിപ്പോൾ ജനങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ടല്ലോ എന്ന്, അതായത് പറഞ്ഞു ബോധ്യമാക്കിയിരിക്കുകയാണല്ലോ. എവിടെയാണ് ഈ 57,400 കോടി രൂപ ശ്രീ KS അരുൺകുമാർ? എന്തിനാണ് ഈ രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നത്? കൃത്യമായ ധനകാര്യ വിവരങ്ങൾ ഉൾപ്പെടുത്താമല്ലോ ബജറ്റിലും. എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്? കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയാണോ? അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് എത്ര തവണ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത് സൂചിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ തവണ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ തുകയിൽ നിന്ന് ഈ തവണ ഉണ്ടായിട്ടുള്ള കുറവ്, ആ കുറവിലാണ് 57,400 കോടി എന്ന് സൂചിപ്പിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ അടങ്കൽ തുക 1.42 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പൊ ആ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ആ വരുമാനം വിഹിതം, ആ വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് പ്രധാനമായിട്ടും 4 ഹെഡുകളിൽ. ഒന്ന്, GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വർഷം നിശ്ചയിച്ചതായിരുന്നു. അത് 2-3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് GST കൗൺസിലടക്കം എല്ലാ സംസ്ഥാനങ്ങളും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. ആ GST നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കിട്ടിക്കൊണ്ടിരുന്ന തുക, അതിലുണ്ടായിട്ടുള്ള കുറവ്, അതോടൊപ്പം തന്നെ ധനവിഹിതവുമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ബോധ്യമാകുന്നില്ല? ഇതിനി ഇല്ല, ഒരു സഹായം ഇനി ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വെട്ടിക്കുറയ്ക്കലാകുക? അവിടെ നിങ്ങൾ ഒറ്റയടിക്ക് ആ ഹെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ്? എന്തുകൊണ്ടാണ് ഈ GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി രൂപ കേരളത്തിന് വെട്ടിക്കുറച്ചു എന്ന്? അതെങ്ങനെ വെട്ടിക്കുറവായി വരും? അങ്ങനെ ഒരു തീരുമാനമേ ഇല്ലല്ലോ. GST നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനം അവസാനിച്ചിരിക്കുകയാണല്ലോ കഴിഞ്ഞ ജൂണിൽ തന്നെ. പിന്നെ ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ കിട്ടും ശ്രീ KS അരുൺകുമാർ? അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ ധനകാര്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ എന്തായിരുന്നു കുഴപ്പമെന്ന്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ GSTയുടെ കാര്യമാണ്. അതെന്തിനാണ് അത് വീണ്ടും ആവർത്തിച്ചതിൽ ഉൾപ്പെടുത്തുന്നത്, ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത്? മിസ്റ്റർ മഞ്ജുഷ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അതായത് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നികുതിപരമായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്വം കൊടുക്കാതെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ആ 2.5 മണിക്കൂർ നിന്ന ബജറ്റ് പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാതെ നിങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ അല്ലെങ്കിൽ 2-3-4 മാസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, താങ്കളുടെ സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കേന്ദ്ര വിമർശനമാണ് ഈ ബജറ്റിലെ കാതൽ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നത്. ഈ ബജറ്റിന്റെ കാതൽ അത് തന്നെയാണല്ലോ. ഏറെ പേജുകൾ അതിനുവേണ്ടി ചെലവാക്കിയിട്ട്
ഒരു കുഴപ്പവുമില്ല. പക്ഷെ അത് കൃത്യമായ എത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കേന്ദ്രം അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ആ അവഗണന ഏതൊക്കെ ഹെഡിലാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയാൽ അത് ബോധ്യമാകും. ഇതങ്ങനെയല്ലല്ലോ. കിട്ടാനില്ലാത്ത ഒരു കാര്യം, 12,000 കോടിയുടെ കാര്യം എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ 12,000 കോടിയുടെ കാര്യം, GST നഷ്ടപരിഹാരം 12,000 കോടി രൂപ കേരളത്തിന് കിട്ടാനിരിക്കുകയാണോ ശ്രീ KS അരുൺകുമാർ? അത് എങ്ങനെ കിട്ടും? അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ കിട്ടും? മിസ്റ്റർ മഞ്ജുഷ്, ഈ വിഷയങ്ങൾ കൃത്യമായി സുപ്രീം കോടതി വരെ ഫയലുകൾ സ്വീകരിച്ച് വിശദമായിട്ടുള്ള വാദം സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സത്യവാങ്മൂലം സമർപ്പിച്ച് ഈ 13-ാം തീയതി വിശദമായിട്ടുള്ള വാദത്തിന് നിൽക്കുകയാണ്. ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല വശങ്ങൾ ചർച്ച ചെയ്യാൻ മടി കാണിക്കുന്ന താങ്കൾ ഇതിൽ അവതരിപ്പിച്ച കേന്ദ്രത്തിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എത്ര പറഞ്ഞാലും താങ്കൾ ശ്രദ്ധിക്കുക, ഈ വാചകം താങ്കൾ ശ്രദ്ധിക്കുക. കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ തുകയിൽ ഉണ്ടായിട്ടുള്ള കുറവ്, ആ കുറവ് 57,400 കോടി രൂപയാണ് എന്ന് പറയുന്നതിൽ ഒരു കുറവുമില്ല. കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക ഈ 7-ാം തീയതി ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തിന്റെ ഭാഗമായി അവർ പറയട്ടെ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. നികുതി വിഹിതത്തിന്റെ കാര്യം ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു വാചകത്തിന്റെ ഇടയ്ക്ക് വെച്ചുള്ള ചോദ്യം വേണ്ട. ഒരു ചോദ്യം എന്റെ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ ഏത് ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാണ്? ഈ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു മര്യാദ കാണിക്കണ്ടേ? കർണാടകം ഈ 7-ാം തീയതി നടക്കുന്ന സമരം ഉണ്ടല്ലോ, കർണാടകത്തിന് 66,000 കോടി രൂപയുടെ കുറവ് കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്നും ഉണ്ട് എന്ന് സൂചിപ്പിച്ച് അവരും സമരത്തിന്റെ പാതയിലാണ്. തൊട്ടടുത്ത തമിഴ്നാട് കറുത്ത ഷർട്ട് അണിഞ്ഞുകൊണ്ട് നാളെ മുതൽ പാർലമെന്റിൽ ഹാജരാകുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായി കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിനുണ്ടായിട്ടുള്ള കുറവ്, ആ കുറവിനെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ നന്നായി വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിരവധി വശങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ അതൊന്നും കാണാതെ ഈ ബഡ്ജറ്റിനെ അങ്ങ് അടക്കെ തള്ളി പറയുന്ന സമീപനം ഒന്നും സ്വീകരിക്കേണ്ട. പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. പ്ലാൻ ബി എന്നുള്ളത് പ്രധാനമാണ്. ആദ്യമായാണ് ഒരു ബജറ്റിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ ബി വേണ്ടി വരുമെന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഈ 12,000 കോടി GST നഷ്ടപരിഹാരം, ശരി, സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ശരി, ഞാൻ പറയട്ടെ, ഈ നികുതി വിഹിതത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഇത്തവണ നികുതി വിഹിതമായിട്ട് എത്ര പണം കിട്ടുമെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 23,000 കോടി രൂപ കേന്ദ്ര പൂളിൽ നിന്ന് സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതമായിട്ട് കിട്ടും എന്നാണ്. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 കിട്ടിയത് 18,260 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 5,000 കോടി രൂപ കൂടുതലായിട്ട് കേന്ദ്ര പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടും. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. കേരളം ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് 19,000 കോടി രൂപ കിട്ടുമെന്നായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുക കിട്ടും. ഇത് ഈ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്റെ അനക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിനുള്ള വിഹിതമായിട്ട് അത്രയും കിട്ടുമെന്ന്. കാരണം കേന്ദ്രത്തിനുള്ള ആകെ നികുതി വരുമാനം കൂടി, അപ്പോൾ എസ്റ്റിമേറ്റ് തുക കൂടി. അതനുസരിച്ച് 1.92% കേരളത്തിന് കിട്ടുന്നത് കൊണ്ട് കേരളത്തിനുള്ള നികുതി വിഹിതവും അതനുസരിച്ച് കൂടും. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് സാർ ഈ വർഷം. ഇതുവരെ ജനുവരി വരെ കിട്ടിയത് 15,789 കോടിയാണ്. ഇനി ഗഡു കിട്ടുവാൻ ബാക്കി കിടക്കുകയാണല്ലോ. അതും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ 23,000 കണക്ക് പറഞ്ഞത്. 23,000 കോടിയുടെ. ശരി, താങ്കൾക്ക് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ഹെഡിൽ, അതായത് GST നഷ്ടപരിഹാരം എക്സ്റ്റെൻഡ് ചെയ്തു വേണം. അതോടൊപ്പം തന്നെ കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ച ശതമാനം 3.89 നിന്ന് 1.92 വെട്ടിക്കുറച്ചതിന്റെ മാനദണ്ഡങ്ങളിലുള്ള പ്രശ്നം, റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് കണക്ക് കൂട്ടിയതിലുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കടമെടുക്കാനുള്ള തോത്, അത് കേന്ദ്രത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കുമെല്ലാം വ്യത്യസ്തമായിരിക്കെ കേരളത്തിന്റെ മാത്രം കടം കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ട് ബോർഡിനെയും അവരുടെ കടത്തെ സംസ്ഥാനത്തിന്റെ കടമായി കണക്ക് കൂട്ടാൻ കേന്ദ്രം 2018-ലും 2021-ലും നടത്തിയ ഇടപെടലുകൾ, ഈ വിഷയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു സൂട്ട് കൊടുക്കുകയും അതിന്റെ പ്രൊസീഡിംഗ്സ് നടക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് നാളായി ഇവിടെ കേന്ദ്രത്തോട് പലതരത്തിലുള്ള നിവേദനം കൊടുത്തു, ചർച്ചകൾ സംഘടിപ്പിച്ചു, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പൊ ഡൽഹിയിൽ പോയി പ്രതിഷേധം 8-ാം തീയതി നടത്തുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി തന്നെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരമാവധി നികുതി പിരിവ് ശക്തിപ്പെടുത്തി ഏറ്റവും മികച്ച ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ചു. താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേന്ദ്ര പൂളിൽ നിന്നുള്ള നികുതി വിഹിതം കൂടും കഴിഞ്ഞ തവണത്തേക്കാൾ. കേട്ടോ, അത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല, അതുകൊണ്ടാണ്.
കൂടേണ്ടി വരുമല്ലോ, കാരണം അതനുസരിച്ചിട്ടാണല്ലോ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നത്. കേരളത്തിൽ നിന്ന് പിരിച്ചത് മാത്രമാണോ ഇങ്ങോട്ട് കിട്ടുന്നത്? പോകുന്ന പണത്തിന്റെ ആ ശതമാനം കേന്ദ്ര ഭൂമിയിലേക്ക് പോയിട്ട് അതിൽ നിന്ന് 42% സംസ്ഥാനങ്ങൾക്കായി വീതിക്കുമ്പോൾ അതിൽ നിന്ന് 1.92 ആണ് കേരളത്തിന് കിട്ടുന്നത്. ശ്രീ കെ എസ് അരുൺകുമാർ, അപ്പോൾ ആകെ നികുതി വരുമാനം കുറഞ്ഞിട്ടുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് എന്ന് ചോദിച്ചാൽ 35 29 മാറി. ഇല്ല, ആകെ അതൊക്കെ മാറിയില്ല. 42 ഇപ്പോഴും, 35 43 പിന്നെ 42 ഇപ്പോഴും 42 തന്നെയാണ് ശ്രീ കെ എസ് അരുൺകുമാർ കേന്ദ്ര പൂളിൽ നിന്നുള്ള. അതിൽ മാറ്റമൊന്നുമില്ല. അല്ല, വിവിധ ഹെഡുകളിൽ റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിലായാലും റവന്യൂ വിഹിതത്തിന്റെ കാര്യത്തിലായാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതത്തിലുള്ള കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ അത് കേന്ദ്രത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പരമോന്നത നീതിപീഠത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ കേരളത്തിൽ ഒരു തരത്തിലും അത് ബാധിക്കാത്ത തരത്തിലുള്ള പോയിട്ടില്ല, അങ്ങനെ ഒരു നിവേദനം പോയിട്ടില്ല. ഏറ്റവും നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ, 3100 ആണോ 4100 ആണോ അത്രയും കോടി രൂപയെ കേരളത്തിന് കിട്ടാനുള്ളൂ എന്ന്. അതിനപ്പുറം ഒരു നിവേദനം പോയിട്ടില്ലല്ലോ, ഇവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് പോയിട്ടില്ലല്ലോ. അല്ല, സുപ്രീം കോടതി പോയിട്ടുണ്ട്. അല്ലല്ല 22/7/2022 ധനകാര്യമന്ത്രി വിശദമായിട്ടുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് 19/1/2023 ഈ വിഷയങ്ങളൊക്കെ കേന്ദ്രത്തെ നന്നായി ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കത്തുകളടക്കം സുപ്രീം കോടതിയിലുള്ള സൂട്ടിന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് താങ്കൾക്ക് വേദവാക്യമെങ്കിൽ താങ്കൾ അത് സ്വീകരിച്ചോ. ഞാൻ താങ്കളെ വാക്കുകൊണ്ട് താങ്കൾ അത് വിശ്വസിച്ചോ? ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയോ? നികുതി വരുമാനത്തിലും കുറവ് വന്നിട്ടില്ല. ഈ പറയുന്ന GST നഷ്ടപരിഹാരം ഇല്ലല്ലോ, പിന്നെ അതിന്റെ ഈ 10,000 കോടിയുടെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ്, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? കടമെടുക്കാനുള്ള തോതിലും കുറവ് വന്നിട്ടില്ല എന്നായിരിക്കും. ഏതാണ് കടമെടുക്കാനുള്ള തോതിലും കുറവ് വന്നിട്ടില്ല എന്നായിരിക്കും. അതൊരു മികച്ചൊരു ധനകാര്യ മാനേജ്മെന്റ് ആയിരിക്കണം. അല്ലാതെ ഈ കടം വാങ്ങി കൂട്ടാൻ ഏതെങ്കിലും സംസ്ഥാനത്തെ കേന്ദ്രം അനുവദിക്കുമോ ശ്രീ കെ എസ് അരുൺകുമാർ? അതിനൊക്കെ പ്രത്യേക മാനദണ്ഡമുണ്ട്. GSTPയുടെ 3% എന്നുള്ളത് മാനദണ്ഡമാണ്. അതിനുള്ളിൽ കടം വാങ്ങണം, അല്ലാതെ കടം വാങ്ങി ചെലവ് വഹിക്കാനല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിന്റെ കടത്തിന്റെ കാര്യമായിരിക്കും പറയുന്നത്. NDA സർക്കാർ വരുമ്പോ എത്രയായിരുന്നു കടം? ഇപ്പൊ എത്രയാണ് രാജ്യത്തിന്റെ കടം? ഇവിടെ മാനദണ്ഡം ഏത് സംസ്ഥാനമാണ് കടമെടുക്കുന്നത്? ഏത് സംസ്ഥാനമാണ് കടമെടുക്കുന്നത്? കേന്ദ്രത്തിന്റെ കടം 51 ലക്ഷം കോടിയായിരുന്നു. ഇപ്പൊ 206 ലക്ഷം കോടി. സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനുള്ളിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കണം. അതിനാണ് പറയുന്നത് ധനകാര്യ മാനേജ്മെന്റ് എന്ന്. പോലെ കടമെടുക്കാൻ പറ്റില്ല. അതെ, പ്രതിപക്ഷ നേതാവ് എഴുതിയ വാചകം കൊണ്ട് ചർച്ചയ്ക്ക് ഇരുന്ന ഇതൊക്കെ സംഭവിക്കും. വായിച്ചാൽ മനസ്സിലാകും. 206 ലക്ഷം കോടി ഈ കേന്ദ്രത്തിന്റെ കടം 4 ഇരട്ടിയായി മാറി. അതെന്നെ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണോ? 196 ലക്ഷം കോടി രൂപ താങ്കൾ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കല്ലേ? സംസ്ഥാനങ്ങൾക്ക് തോന്നിയ പോലെ കടമെടുക്കാമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും തോന്നിയ പോലെ കടമെടുക്കും. എല്ലാ സംസ്ഥാനങ്ങളും തോന്നിയ പോലെ കടമെടുക്കും. അങ്ങനെയാണോ? ഏതെങ്കിലും സംസ്ഥാനം ഈ പരിധിക്കുള്ളിൽ അല്ലാതെ കടമെടുത്തിട്ടുണ്ടോ? കേരളത്തിന്റെ മാത്രം കടമെടുക്കാനുള്ള തോത് വെട്ടിക്കുറച്ചത് കേരളത്തിന് കൂടുതലായതുകൊണ്ട് കടമെടുക്കുന്ന എവിടെ കൂടുതല്? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്ത്. ദേശീയപാത അതോറിറ്റിയുടെ കട എത്രയാ? 12 ലക്ഷം കോടി രൂപ. അതെന്താണ് കേന്ദ്രത്തിന്റെ കടത്തിൽ പെടാത്തത്? കിഫ്ബിയുടെ കട മാത്രം എങ്ങനെ പെടും? കിഫ്ബി പോലെ അതേ സമാനമായിട്ടുള്ള സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഏജൻസി ഉണ്ടല്ലോ. സംസ്ഥാനങ്ങളുടെ കടമെടുക്കുന്ന പരിധിയിൽ വരുത്തിയിട്ട് വായിച്ച് മനസ്സിലാക്കാം. താങ്കളിലേക്ക് വരാം.